വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഹായ് മാസ്റ്റേഴ്സ്. ഹായ്. ഓ എനിക്ക് ഈ ഹായ് പോരാ, നല്ല ശക്തിയുള്ള എനർജറ്റിക് ഹായ് വേണം. എടാ, ആദ്യത്തെ ഹായ് മതി, അതാണ് ഏറ്റവും നല്ലത്. ഓൾറൈറ്റ്, അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്താണെന്ന് പറയും, നല്ല ചൂടുള്ള ടോപ്പിക്കാണ്. കാരണം എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നലെ. കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് നല്ലതുപോലെ നടന്നിട്ടുള്ളൂ. എന്താ അത്? ഹംസമായി ഞാൻ. ഹംസം അങ്ങനെയല്ലേ പറയാ, രണ്ടുപേരെ തമ്മിൽ ഒന്നിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. ഞാനും റോഹിത്തും മറ്റേ ഡയറക്റ്റ് ആയിരുന്നു ലൈൻ അടിച്ചത്. നമ്മുടെ ഇടയിൽ ആരും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഡയറക്റ്റ് ആയിട്ടായിരുന്നു ലൈൻ അടിച്ചത്. ഹംസം പ്രാവ് ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര വിഷമമായി പോയി അതെനിക്ക്. പക്ഷെ എന്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടിന് ഞാൻ ഹംസമായിട്ട് നിന്ന് എന്റെ ഒരു പേഴ്സാണ്. പേഴ്സ് കളഞ്ഞു പോയി, അതെടുക്കാൻ പോകുന്നു, അങ്ങനെ അവർ സെറ്റ് ആവുന്നു. അപ്പൊ അതൊരു ഹംസമാണല്ലോ. അപ്പൊ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രോക്കർ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും താങ്കൾ സെൽഫായിട്ട് ഹംസമായിട്ടുണ്ടോ? ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്നിപ്പിക്കുക എന്നുള്ളതിലുപരിയായിട്ട് ചിക്കൻ ഫ്രൈനോടുള്ള ആർത്തിയായിരുന്നു എനിക്ക്. ചിക്കൻ ഫ്രൈനോടുള്ള ആർത്തി. എന്റെ ഒരു കൂട്ടുകാരന് ഒരു പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കൂട്ടുകാരന്റെ പേരൊന്നും ഞാൻ പറയല്ല, കാരണം വീണ്ടും ഞാൻ ഏറലോ. അപ്പൊ വിഷ്ണു എനിക്കാ ചിക്കൻ ഫ്രൈ മേടിക്കാൻ ഇപ്പൊ പറഞ്ഞാ മേടിച്ചല്ലോ. അവന് ആ പെണ്ണ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളാണെങ്കിൽ എന്റെ ക്ലാസ്സില്. ഇവനൊരു ജോലിക്കാരനുമായിരുന്നു. എനിക്കറിയായിരുന്നു ജന്മത്തിൽ ഇവര് തമ്മിൽ ഒന്നിക്കൂലെന്ന്. എന്നിട്ടും ആ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 മാസക്കാലം ഞാൻ അവന് നല്ല രീതിയിൽ ബ്രോക്കറായി നിന്നുകൊണ്ട് പറ്റിക്കുകയും ചിക്കൻ ഫ്രൈ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നുണ പറയല്ല, സത്യസന്ധമായിട്ട് ഞാൻ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അവനോട് ഞാൻ തന്നെ പറഞ്ഞു, കാരണം ആ പെണ്ണും വേറൊരുത്തിനും കൂടി പോണത് എന്റെ കഷ്ടകാലത്തിന് ഇവൻ കണ്ട്. അതോടുകൂടി എന്റെ ചിക്കൻ ഫ്രൈ കട്ട്. ചിക്കൻ ഫ്രൈയുടെ കാര്യം അവിടെ നിക്കട്ടെ. ട്രിവാൻഡ്രത്ത് കേശവാസുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, PMG ഉണ്ട്, മ്യൂസിയം ഉണ്ട്, വിദേശ രാജ്യങ്ങളായ പാളയം, സ്റ്റാച്ചു, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ കോളേജുകളാണെങ്കിൽ ഇഷ്ടം പോലെ അല്ലേ. ഇപ്പോഴും നമുക്കിപ്പോ ഡിമാൻഡ് കുറഞ്ഞല്ലോ, ഇത് ബ്രോക്കർ ഡിമാൻഡും കുറഞ്ഞല്ലേ. ഇപ്പോഴും മാർക്കറ്റിൽ വാല്യൂ ഉള്ള ലവർ ബോയ് ഇവിടെ ഇരിപ്പുണ്ടോ ചോദിക്കേ. കേക്കട്ടെ, ഞാനും പക്രുചേട്ടനൊക്കെ നിത്യയൗവനോ. എന്താണ് അറിയേണ്ടത് എലിയ? ഇതുപോലെ എപ്പോഴെങ്കിലും ഹംസമായിട്ട് നിന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ചിലപ്പോ അമ്മയുടെ അടുത്ത് വന്ന് നല്ലൊരു പെങ്കൊച്ചുണ്ട് നമ്മുടെ മോന്, അങ്ങനെ ഏതെങ്കിലും? ഉണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ പള്ളിയില് ഒരു ആന്റി ഉണ്ട്. നമുക്കൊക്കെ 21 വയസ്സാകാൻ കാത്തിരിക്കും. വന്നിട്ട് മോനെ കല്യാണമല്ലോ. അപ്പൊ ഞാൻ ഈ അമ്മച്ചിയെ വീട്ടിൽ നിന്ന് ഓട്ടിക്കും കേട്ടോ. അമ്മ വന്ന് കമ്പനി അടിച്ചിട്ട് വെക്കോ ഈ കല്യാണമല്ലാണ്. അങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നു. ഭയങ്കര കാശെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചുമ്മാരി നോക്കിയപ്പോഴത്തേന്. എന്നിട്ട് ഞാൻ വേറെ പഠിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ എന്റെ കസിൻ ബ്രദർ ഉണ്ട്. അവൻ 21 ആവാൻ 2 മാസം കൂടെ ഉള്ളു. അപ്പം കെട്ടിക്കാന്ന് പറഞ്ഞ് അവനെയും കൊണ്ടുപോയി പെണ്ണ് കാണിച്ചിട്ട് കൊണ്ടുവന്നു പറഞ്ഞു. ഞാൻ അവനെ പൂര തെറി വിളിച്ചിട്ട്, കാരണം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇവിടെ ഇങ്ങനെ തമാശ പറയണേ ഉള്ളൂ. അവരെ ശാപമാണെന്ന് തോന്നി ഇപ്പോഴും ഞാൻ അത് ഞാൻ സമ്മതിക്കില്ല. മണിക്കുട്ടൻ ബ്രോന് ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ പെൺകുട്ടികളെ എനിക്കറിയാം, നേരിട്ടറിയാം. എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. എന്നിട്ട് വിപിൻ എന്താ ആ പെൺകുട്ടിക്ക് നമ്പർ കൊടുക്കാത്തെ? എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് ഇനി എല്ലാരും സൈലന്റ് ആയിട്ട് എല്ലാവരും പ്രിയ പ്രേക്ഷകരെ ക്യാമറ ഇങ്ങോട്ട് തിരികെ, 8 ക്യാമറ ഇങ്ങോട്ട് തിരികൂ. അതെ, എല്ലാം തിരികട്ടെ. കഥകൾ വരാൻ പോവാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇല്ല, അതിന് മാത്രമൊന്നുമില്ല. ചിക്കൻ ഫ്രൈഡ് അത്ര ഇല്ല. വലിയ സാധനങ്ങളാണോ? അല്ലല്ല, അതൊന്നുമില്ല. ഈ ഹംസത്തിന് ഏറ്റവും മികച്ച ഹംസം അങ്ങനെ ഒരു അവാർഡ് കോളേജിൽ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോ എനിക്ക് കിട്ടുന്നത് ഉറപ്പല്ലേ? കാരണം ഒന്ന്, എന്റെ ഫിഗർ കൊച്ചുകുട്ടികളുടെ പോലെ ഇന്ന് താടിയും മീശ ഇങ്ങനത്തെ അന്നെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. പക്ഷെ ആ സമയത്ത് നമ്മൾ ഈ പെൺകുട്ടികളോടൊക്കെ എടുത്തു പോയിരിക്കുമ്പോ ആർക്കൊരു ഡൗട്ട് തോന്നൂല. അപ്പൊ ചേട്ടന്മാരും നമ്മുടെ കൂടെ ഉള്ള കൂട്ടുകാരും എല്ലാരും ഒന്ന് വെപ്പറടാ, അങ്ങനെ ഒരു വഴിക്ക് പോകുന്നല്ലേ, ഒരു ഉപകാരം എന്നുള്ള നിലയിൽ പലതും അങ്ങനെ അങ്ങനെ ഇട്ടുകൊടുത്ത് ഒരുപാട് പേരുടെ പുഷ്പിച്ചിട്ടുണ്ട്. ചിലത് ഇതുപോലെ തകർന്ന് മറ്റേ കരിഞ്ഞ ചിക്കൻ ഫ്രൈ പോലെ ആയിട്ട്. പക്ഷെ അതൊന്നും ഹംസത്തിന് പ്രശ്നമല്ല. എപ്പോഴെങ്കിലും ഒരു കൂട്ടുകാരന് വേണ്ടി പ്രൊപ്പോസൽ പറഞ്ഞ പെൺകുട്ടിക്ക് തിരിച്ച് പക്രുചേട്ടനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഞാൻ മരിക്കണം. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സന്തോഷം എന്താണെന്നറിയോ? എനിക്ക് ഇതുപോലെ പല കാര്യങ്ങളും ഇങ്ങനെ സക്സസ്ഫുൾ ആയി പോവും എന്നൊക്കെ വിചാരിച്ച് നിന്നിട്ടുള്ളതിൽ ഒരെണ്ണം സക്സസ് ആയി. ഇന്നലെ അവരുടെ കല്യാണവും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അവരിപ്പോ TV എന്തായാലും കണ്ടോണ്ടിരിക്കുമല്ലോ. അപ്പൊ നമുക്കൊരു വിഷസ് പറയാം അശ്വതിക്കും പ്രസാദിനും. ഓക്കെ, ഒന്ന് പറയാവോ? അശ്വതി, TV-യിലല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടോണ്ടിരിക്കുക. ഇവിടെ ഉണ്ടോ? ഭയങ്കര സർപ്രൈസ് ആയി പോയത്. ഇതാണ് ഞാൻ പറഞ്ഞ അശ്വതി, അതാണ് കിഴങ്ങൻ ചേച്ചൻ, പ്രസാദേട്ടൻ.
നമ്മുടെ ഷൂട്ട് ഉള്ളതുകൊണ്ടാണ് വരാൻ പറ്റാറുള്ളത്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് നീ എന്നെ ഇവിടെ വന്നതിൽ. പക്രു ചേട്ടൻ, മണിക്കൂട്ടൻ ചേട്ടൻ, ബിബിൻ ചേട്ടൻ എല്ലാവരും ഇവിടെ ഉണ്ട്. ആഹാ. എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴോ? എന്നാ എന്തിനാണ് വെറുതെ പറയുന്നത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ A to Z കാര്യങ്ങൾ നിനക്കറിയാലോ. പിന്നല്ലാണ്ട് എന്തെറ്റി? ഇന്നലെ ഞങ്ങളുടെ ആദ്യ രാത്രി അതൊക്കെ പറയണ്ട. ഇച്ചിരി ഉറക്കെ പറയാൻ എടാ അതൊന്നും ഇപ്പൊ ഞാൻ ഫോണിൽ വിളിക്കില്ല. നീ എന്തിനാ ഇപ്പൊ പറയാൻ പോകുന്നത്? ഇല്ല, എനിക്ക് എടി അവിടെ സംഭവിച്ചത് എനിക്ക് ഇവരൊക്കെ കേൾക്കും പിന്നെ എന്നോട് ചോദിക്കാം. അതിൽ നല്ലത് ഫോൺ വിളിക്കാം. അല്ല ഒന്ന് ചപ്പിയാതെ മതി. ആവശ്യമില്ലാത്ത പറയല്ലേ? ഞാൻ പറയും, എനിക്ക് പറയാം. പറയരുതെന്ന് പറഞ്ഞാൽ പറയരുത്. ഞാൻ പറയും. ആദിരാത്രിയുടെ വിഷയമാണ് ഞങ്ങൾക്ക് കൂടെ കേൾക്കണം. ആദ്യരാത്രിയുടെ വിഷയം കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ? അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. വേറെ ഒന്നും പരിപാടി ശ്രദ്ധിക്കരുത്. എക്സ്ക്യൂസ് മീ, നിങ്ങളല്ലേ പറയാന്ന് പറഞ്ഞു, അതുകൊണ്ടല്ലേ കേൾക്കാം. ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയും. വേണ്ട കൂടിയിരുന്നു. ഞാൻ പറയും. ഇന്നലെ ഞങ്ങളുടെ ആദ്യ രാത്രി ആയിരുന്നു. ഒരു ഗ്ലാസ് പാലും കൊണ്ട് ഇങ്ങനെ പതിയെ നടന്ന് റൂമിലോട്ട് കയറി. എന്നിട്ട് ഞാൻ നോക്കുമ്പോ ചേട്ടൻ കട്ടിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കായിരുന്നു. അപ്പൊ ഞാൻ ഈ പാലിന്റെ ഗ്ലാസ് കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു. വെച്ചിട്ട് ഞാനിങ്ങനെ പതിയെ അടുത്തു പോയിരുന്നു. അപ്പൊ ഇതേപോലെ മാറിയിരുന്നു. അപ്പൊ ഞാൻ പിന്നെയും അടുത്തു പോയിരുന്നു. എന്നിട്ടും ഇങ്ങനെ തന്നെ. ഇങ്ങോട്ട് ഒരു റെസ്പോൺസും ഇല്ല. അപ്പൊ ഞാൻ എന്തോ ചെയ്തെന്നറിയോ, പതിയെ ഇങ്ങോട്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പതിയെ ഇങ്ങനെ അങ്ങ് തൊട്ട് അന്നേരം തുടങ്ങിയ കൊലച്ചിരിയാണ് ഇങ്ങരുത്. അങ്ങേർക്ക് ഇക്കിളിയാന്ന് ഇക്കിളി. ആദ്യം പറയാലോ, എനിക്ക് ലേഡീസ് തൊട്ടാ ഇക്കിളി എടുക്കും. ലേഡീസ് തൊട്ടാ ഇക്കിളി എടുക്കും. സത്യമായിട്ട് പറയുക, ഞാൻ തൊട്ട അങ്ങേർക്ക് ഇക്കിളിയാണ്. സാരമില്ല, അത് നമുക്ക് സോർട്ട് ചെയ്യാം. ചേട്ടൻ അല്ല വാ, പിടിച്ചോ. വേണ്ട, ലേഡീസിന്റെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഇങ്ങോട്ടൊന്ന് വരാവോ? എനിക്ക് ചിരിക്കാൻ വയ്യേ. എന്നെ തൊടല്ലേ പ്ലീസ്. അകൽച്ച പാലിക്കണം. ഇല്ല എനിക്ക് പറ്റൂല. ഇതാണ് കുഴപ്പം. ചേട്ടാ ഇത് പിന്നെ ചേട്ടന് പണ്ട് മുതലേ ഉള്ളതാണോ ഇതിന് അസുഖം? ഇത് സത്യം പറഞ്ഞ ഞാനൊരു മാരക രോഗത്തിന് അടിമയാണ്. എന്താ പേര് ചേട്ടാ? ഇക്ലോമാനിയ പിക്ലോസ. സത്യം പറഞ്ഞ എന്റെ അമ്മ എന്നെ തൊട്ടിട്ടില്ല, അറിയാമോ? അമ്മ എനിക്ക് ഒരു ഭക്ഷണം വാങ്ങി തന്നിട്ടില്ല, വാരി തന്നിട്ടില്ല. അച്ഛനാണ് എല്ലാം ചെയ്യുന്നത്, എന്നെ കുളിപ്പിക്കുന്നത് കൊച്ചിലെ മുതൽ. അപ്പൊ പാലും ഒന്നും കുടിച്ചിട്ടില്ലേ? ഒന്നും കുടിച്ചിട്ടില്ല, മുലപ്പാൽ പോലും കുടിച്ചിട്ടില്ല. എനിക്ക് ചെയ്തു വരും. അങ്ങനെയല്ല സെറ്റില്ല നമ്മളെന്നറിയാം. നിങ്ങൾക്ക് വല്ല ഡോക്ടറിനെയും കണ്ടു ചികിത്സിക്കായിരുന്നില്ലേ? അത് ശരിയാ. സത്യം പറയാലോ, ഈ ഈക്ലോമാനിയ പൊക്ലാസയ്ക്ക് കേരളത്തിൽ ഒറ്റൊരു ഡോക്ടറെ ഉള്ളൂ, ട്രിവാൻഡ്രത്താ. ഞാൻ അവിടെ പോയിട്ട് ചിരിച്ചോണ്ട് ഓടി. ലേഡി ഡോക്ടറായിരുന്നു. അല്ല അതെ, ഇത് പാരമ്പര്യമായിട്ടുള്ളതാണോ? പാരമ്പര്യമായിട്ടുള്ള എന്റെ അമ്മാവൻ ഉണ്ടായിരുന്നു ഈ അസുഖം. ഓ അത് ശരി. അമ്മാവൻ ഇതല്ല കേട്ടത്, പെണ്ണുങ്ങളോടുമ്പോ ചിരിയല്ല വരുന്ന പുള്ളിക്ക്. എർത്തടിക്കും പുള്ളിക്ക്. നമ്മള് കറണ്ടടിക്കൂലേ, അവർ ചെറിയൊരു എർത്ത് പെണ്ണുങ്ങളോടുമ്പോ. ആദ്യ രാത്രി തന്നെ മരിച്ചുപോയി. അമ്മായി എന്തോ തൊടുകയോ പിടിക്കുകയോ ചെയ്ത് പുള്ളി ഷോക്ക് അടിച്ച് മരിച്ചു. പിടിച്ചിട്ട് വിട്ടിട്ടുണ്ടാവില്ല. കറണ്ട് അടിച്ച് മരിച്ചു. അശ്വതി പ്രസാദ്, നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ഒരു പരിഹാരം കണ്ടാ പോരെ? ചെറിയൊരു ശ്രമമാണ്. ഞാനിവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോ ചില ഐഡിയാസ് ഒക്കെ നമുക്ക് ഭയങ്കരമാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഇവിടെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ട് ഇവിടെ? കേരളത്തിൽ ഒരു ഡോക്ടറേ ഉള്ളൂ ഇക്ലോമാനിയ പൊക്ലാസയ്ക്ക്. പക്ഷേ അതിലത് മേക്കപ്പ് മാനെ വിളിച്ചിട്ട് എന്താണ്? അല്ല നമ്മുടെ പക്രുചേട്ടൻ പറയും. സോണിച്ചിനെ വിളിക്കട്ടെ. സോണി വിളിച്ചാൽ സോണി വരുന്നുണ്ടോ? വന്നു വിക്കണ്ടല്ലോ അല്ലേ? എന്നൊക്കെ പരിപാടിയാന്ന് അശ്വതിയുടെ ഇതോ? ഇതൊന്നും എന്റെ തല്ലില്ലോ. എനിക്ക് അറിയത്തില്ലടി. എന്നാ ടെസ്റ്റ് അടിച്ച് നോക്കാം, ചെല്ലം റിയാക്ട് ചെയ്താലോ? മീശുണ്ടോ? ഇതെല്ലാം അറിയാലേ, ഇതിന് ചികിത്സയൊക്കെ അറിയാലേ. നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആയ ഇന്ന് മുതൽ കേരളത്തിൽ ഇക്ലോമാനിയ പിക്കാസയ്ക്ക് 2 ഡോക്ടർമാരാണ്. ഇക്ലോമാനിയ പിക്ലോസ എന്താ അസുഖമല്ലേ മനുഷ്യനും വരുന്നത്? ഈ ഒന്നും പറയണ്ട. മീശ ഒട്ടിച്ചോളൂ. അമ്മായി വേറെ കിട്ടിയാ? അതല്ലേ, പുറകിൽ നിന്നാ മതിയെ. പുറകിൽ വേറെ കെട്ടിയവര് മാത്രം ഒന്ന് കൊടുത്താൽ മതി. വേറെ കെട്ടി അങ്ങനെയൊക്കെ പോകുന്നവര് ഒന്ന് പുറകോട്ട് മാത്രം നോക്കിയാൽ മതി, താഴേക്ക് നോക്കല്ലേ. വൈഫിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതി. ചെറുതായിട്ട് നോക്കി ഒന്ന് തൊട്ടേ. ഇല്ലെന്നേ നമ്മുടെ എല്ലാം കൂടെ അശ്വതി ശ്രദ്ധിച്ചോ?
എലിയനെ ഒന്ന് തൊട്ട് നോക്കിയേ, ചിലപ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കി എലിയനോ. രണ്ടുപേരും മാറി പറയുന്നു. ഹാപ്പി മാരീഡ്. ഇനി അവിടെ തൊട്, തൊട് മാറോട്, കുഴപ്പമില്ല. അല്ല പക്രു ചേട്ടാ, അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ നടക്കണോന്നാണോ പറയുന്നത്? അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാ. ഇദ്ദേഹത്തെ തുടർന്ന് തോന്നുമ്പോ ഈ ഫിഗറിലെ ചെല്ലാവുള്ളൂ. കോസ്റ്റ്യൂം കൂടെ മാറണം. എന്നടാ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. ഉണ്ടേ? പരിപാടി കഴിഞ്ഞ ഉടനെ നമ്മൾ മറ്റേത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ വേണമെങ്കിൽ അജയനും കിട്ടോ. നോബൽ പ്രൈസ് സമ്മാനം ക്ലോമാനിയ പിക്ലോസ മരുന്ന് കണ്ടുപിടിച്ച അജയൻ ചേട്ടന്. അജയൻ ചേട്ടന്. അയ്യോ 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 ആ ഇവിടെ നിന്നായിരുന്ന അയ്യോ. ഈ അഭിഹിത വിഭാഗം ഇവിടെയാടാ. അത് കാഞ്ചന ലോഡ്ജ്. ഈ കൈകാലും കൊടിഞ്ഞു കിടക്കണേ. എടാ മെനകെട്ടവനാ, അത് അത്യാഹിത വിഭാഗം. അത് ഇവിടെ തന്നെ. അയ്യോ മോനെ, ഓ നീ തള്ളിക്കൊണ്ടു വന്ന വണ്ടിയിൽ രോഗിയില്ല. ഇപ്പൊ രോഗിയുണ്ടാ? അത് നിന്നെ തള്ളിക്കൊണ്ടു വന്ന ആളെന്തിയെ? എന്റെ അടുത്ത് തള്ളിക്കൊണ്ട് വന്നതാ. ആ നേഴ്സുമാരുടെ റൂമില്ലേ, അവിടെ എത്തിയപ്പോ പറയാ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടത്. എന്നിട്ട് അവൻ എന്നെ അവിടെ വെച്ചിട്ട് അങ്ങ് പൊക്കളം ചെന്നേ. ഞാൻ നോക്കിയപ്പോ ഇത്രയും നീളമുള്ള ഒരു സിറിഞ്ച് കൊണ്ട് പറഞ്ഞ അവിടുത്തെ ഒരു നേഴ്സ് വിളിച്ചിട്ട് പൊക്കോളത്. ഞാൻ പറഞ്ഞോ എനിക്ക് ഇഞ്ചക്ഷൻ പേടിയല്ലേ. ഞാൻ അപ്പൊ തന്നെ അവിടെ ഇതിനകത്ത് കയറുന്ന തിരക്കിച്ച് പോന്നു. എടാ മോനെ, നിനക്ക് ഇഞ്ചക്ഷൻ ഇഷ്ടമല്ലേ? ഇല്ല. എടാ മെനകെട്ടവനെ, എന്നാ ഈ നിക്ക് അത് മേടിച്ചു തരായിരുന്നില്ലേ? പിന്നെ എടാ ആ സിസ്റ്റർ ഇങ്ങോട്ട് വരും, എന്നിട്ട് ചന്തിക്കൊരു കുത്തങ്ങോട്ട് കുത്തും. പിന്നെ ഒരു തടകിത്തരലുണ്ട്. എന്നാ സുഖമാണെന്ന് അറിയാമോ? അനുഭവിച്ചറിയണം. അതൊക്കെ ഇങ്ങനെ മാറ്റി തരാൻ പറ്റുമോ? പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് 6 കുത്തും 12 തടവിലുമായി. അതൊക്കെ ശരിയാവും. 6 കുത്തിന് 6 തടവലല്ലേ, 10 ശരിയാവും. ഈ നേഴ്സ് വന്ന് ഓരോ കുത്തുമ്പോഴും എന്റെ മുഖം കാണും. അപ്പൊ ചെകള് ഒളിച്ചു തരും. ആ തടകല് ഞാനാണ് തടകണത്. അതുകൂടി കൂട്ടി 12 തടകല്. അല്ലെ പാപന് എന്തിനു പറ്റുമോ? ആത്മഹത്യാശ്രമം. മനസ്സിലായില്ല മോനെ, നീ ഇത് കേക്കണം. അതായത് എന്റെ ഭാര്യക്ക് എന്നെ മുടിഞ്ഞ സംശയമാണെന്നേ. ഞാൻ വീട്ടിലിരുന്ന സംശയം, പുറത്തു പോയ സംശയം, പിന്നെ പുറത്തുനിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടില്ല മുട്ടക്കോട്ടം പഴക്ക. അവസാനം ഞാൻ ഗതി കേട്ടിട്ട് പാലത്തിന്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടി കയ്യും കാലോടിഞ്ഞ്. എന്തോന്ന് ബാബായി പറയടപ്പോ, ഈ പാലത്തിൽ നിന്ന് പുഴയെ ചാടി കഴിഞ്ഞാൽ വെള്ളത്തിൽ വീഴല്ലേ ഉള്ളൂ, കൈ കാലും ഒക്കെ ഓടിയോ? മോനെ, ചാടി ഓർത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഇരുന്നാണ്. ഈ മഴക്കാലത്ത് എല്ലാ പുഴയും ഫില്ലാണ്. ഞാനും അത് തന്നെയാണ് ആദ്യം ആലോചിച്ചത്, എന്താ പറ്റിയെന്ന്. പിന്നെ ബോധം വന്നപ്പോഴാണ് പോലീസുകാർ വന്നിട്ട് പറയണേ, ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് ആത്മഹത്യാശ്രമത്തിന് കേസെടുക്കുമെന്ന്. പുറത്തേക്കിറങ്ങാൻ പറ്റാതിരിക്കേ. അയ്യോ അങ്ങനെ മോനെന്താ പറ്റിയത്? അയ്യോ ഇതൊന്നും പറയണ്ട. എന്നാ പിന്നെ പറയണ്ട. അല്ലല്ല പറയാ. പിന്നെ പറ. രാവിലെ വീട്ടിൽ കാമുകിയെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു KSRTC ബന്ധം ഇടിച്ച് തെറിപ്പിച്ച്. KSRTC മുതൽ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല. എനിക്കറിയാൻ മേല, അതല്ല വിഷമം. എനിക്ക് കാമുകിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച ഫോണാ 20,000 രൂപ കൊടുത്ത് ചന്ന പിന്നെ പൊട്ടിപ്പോയെന്നേ. നീ അത് ഓർത്ത് ഇപ്പൊ വിഷമിക്കണം എന്തിനാണ്? കുറച്ചാള് കഴിഞ്ഞാൽ നീ അവളെ കല്യാണം കഴിക്കൂലേ? അപ്പൊ ഒരു പുതിയ ഫോണാണ് മേടിച്ചു കൊടുത്താൽ വിഷമം തീർന്നില്ല. കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല. ആര്? അച്ഛനും അമ്മേ? ഭാര്യ. ആരാന്ന്? ഭാര്യ. സ്വന്തമായിട്ടൊരു സിം ഉണ്ട്, എന്നിട്ട് പുതിയ കളക്ഷൻ എടുക്കാൻ വേണ്ടി പോയതാ അല്ലേ? അയ്യോ എന്റെ ലച്ചു സൗണ്ട്. എടാ, ലച്ചുവിന്റെ സൗണ്ടിനേക്കാളും നല്ലത് കിച്ചുവിന്റെ സൗണ്ട് സിസ്റ്റം ഏൽപ്പിക്കുക. എന്നാ കിടക്കാൻ സൗണ്ടാന്നറിയാം. അതല്ലത്, എന്റെ കാമുകി ലച്ചുവിന്റെ സൗണ്ട് എന്ന്. മക്കളെ മക്കളെ നിന്നെ കാണാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഒരു KSRTC ബസ് വന്ന് ഇടിച്ച് തെറിപ്പിച്ചു. അയ്യോ, എന്റെ ചേട്ടനെ ഇടിച്ച KSRTC മുടിഞ്ഞു പോകും. അയ്യടി മോളെ, നിന്റെ ഒരു ശാപം വെറുതെ വേസ്റ്റ് ആയി പോയില്ല. അത് പണ്ടേ മുടിഞ്ഞു കിടക്കല്ലേ? വീണ്ടും മുടിഞ്ഞു അതല്ല എനിക്ക് വിഷമം. എന്റെ ചക്കരക്ക് തരാൻ വേണ്ടിയേ കഴിഞ്ഞ 2 ആഴ്ച ഞാൻ ഡേ നൈറ്റ് പണിക്ക് പോയിട്ട് 20,000 രൂപ കൊടുത്ത് വെച്ച ഫോൺ ചന്ന പിന്നെ പൊട്ടിപ്പോയി. മക്കളെ എനിക്ക് ഫോണാണോ വലുത്? ഇപ്പൊ എനിക്ക് ഫോണാണോ വലുത്? എന്റെ സുമേഷ് ഏട്ടനല്ലേ വലുത്? സുമേഷ് ഏട്ടാ, ഈ മുറിവെല്ലാം ഉണങ്ങിട്ടെ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് പഴയതുപോലെ ഡേ ആൻഡ് നൈറ്റ് ജോലിക്ക് പോയി ഒരു ഐഫോൺ വാങ്ങി തരണം കേട്ടോ സുമേഷ് ഏട്ടാ. വാങ്ങി തരൂ. ഇനിയിപ്പോ അവന് ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ മോക്ക് മാവനൊരു ഐഫോൺ മേടിച്ചു തരാം.
പെണ്ണിനെ എന്റെ കൊച്ചിനെ ദേഹത്തോടാ നീ. എന്റെ കൊച്ചിന്റെ ദേഹത്തെ അവരെങ്കിലും തൊട്ട് അവന്റെ കൈ കാലി ഞാൻ വെട്ടി ഓടിക്കും. ആ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബസ്സിൽ പോയപ്പോഴേ ഒരുത്തൻ എന്നെ നോക്കിയെന്ന് പറഞ്ഞ് സുമേഷ് ചേട്ടാ അവന്റെ കണ്ണിന് കുത്തി പറഞ്ഞതുപോലെ ചെയ്യും. അവിടെ ഇരി. ഇതെങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ കിടക്കണെന്ന്? അയ്യോ സുമേഷ് ചേട്ടൻ അടിച്ച ബസ്സിനകത്തെ സുമേഷ് ചേട്ടനോട് ജോലിക്ക് പോണ ബിജു ചേട്ടൻ ഇല്ലേ? ആ ബിജു ചേട്ടൻ ഉണ്ടായിരുന്നു. ബിജു ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഓ മാമ, എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് കേട്ടാ ബിജു. എന്റെ എല്ലാ കാര്യവും അറിയാന്നുള്ള ഒരേ ഒരുത്തനാണ് ബിജു. ഭയങ്കര മനുഷ്യ സ്നേഹിയാണ്. എന്നിട്ട് ബിജു വന്നില്ലേ മക്കളെ? സുമേഷ് ചേട്ടന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പൊ മനുഷ്യദ്രോഹിയല്ല, പിന്നെ കുടുംബദ്രോഹി. സുമേഷ് ചേട്ടാ എന്റെ ഭാര്യ ദീപ്തി സൗണ്ട്. ദീപ്തിയുടെ സൗണ്ട് ഏൽപ്പിക്കില്ലേ, കിച്ചുവിന്റെ സൗണ്ട് ഏൽപ്പിക്കേ. ഞാൻ കൊല്ലുക എന്റെ ഭാര്യ ദീപ്തിയെന്ന്. മക്കളെ ഇനി ഇവിടെ നിൽക്കില്ല, അവള് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. നീ വീട്ടിൽ പോ. ഞാൻ സുമേഷ് ചേട്ടൻ ഇങ്ങനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ പോകൂല. നീ വീട്ടിൽ പോടി. സുമേഷ് ചേട്ടൻ ഐഫോൺ ഇല്ലാന്ന് ഞാൻ വീട്ടിലോട്ട് പോകൂല. അല്ല സുമേഷ് ചേട്ടന് കുറയാതെ ഞാൻ വീട്ടിലോട്ട് പോകൂല. മക്കള് വാ, എന്തൊക്കെ പറഞ്ഞാലും നോക്കിയിട്ട് കാര്യമില്ല. വാ. ഭഗവാനെ ഞാനീ കാണായോ. പോട്ടെ മക്കളെ, ഒരു കുഴപ്പമില്ല ചേട്ടനും. ഒരു കയ്യേ പ്രശ്നമുള്ളൂ. പോട്ട്. ദൈവമേ പണ്ടെടുത്തപ്പോ സുമേഷ് ചേട്ടന് 3 കൈയായി പോയി. ഞാൻ വിടാൻ പോയപ്പോ പിടിച്ചതാണ്. ഇവിടെ കണ്ടപ്പം വെച്ച് ഞാൻ പറയാം. ഈ മാമന്റെ മോള് മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. എന്റെ മോള്, എന്റെ മോള്, മോളെ, 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 എന്റെ മോള്. അയ്യോ മോള്. ദൈവമേ സുമേഷ് ചേട്ടാ എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ലട്ടോ. ഒന്നും പറഞ്ഞിട്ട് മാമ ഉള്ളോണ്ട് ഇവിടെ കിടന്നത്. മാമ സോറി മാമ. എനിക്ക് എന്റെ സുമേഷ് ചേട്ടനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. എന്താന്നറിയോ, അത്രക്ക് പാവം പിടിച്ച പഞ്ചപാവാണ് ആ മനുഷ്യന്റെ മനസ്സ്. മാമൻ കണ്ടിട്ടുണ്ടോ? ഞാൻ 10 മിനിറ്റ് മുമ്പേ കണ്ടായിരുന്നു. സുമേഷ് എന്നെ പണിക്കൊണ്ടോണം മേശരിക്ക് മൂത്രത്തിക്കല്ലാന്ന് പറഞ്ഞ ഈ മനുഷ്യന് ഇന്നലെ രാത്രി ഒരു തരി ഉറങ്ങിയിട്ടില്ല. ഞാൻ മേച്ചിട്ട് കല്ല് കൊണ്ടിട്ട് നെഞ്ചത്ത് വെച്ചാക്കിയായിരുന്നു പുള്ളി ഉറങ്ങാതിരിക്കാൻ. അതെല്ലാം ഓപ്പറേഷൻ ചെയ്യാൻ കാശില്ലാഞ്ഞിട്ട് എന്റെ കൈ കിടക്കണ 2 വള 20,000 ഒക്കെ പണയം വെച്ചിട്ട് അതുമായിട്ട് കാലത്ത് പോന്ന പൂക്കള് പോന്ന് കിടക്കണുണ്ടോ. ദൈവമേ എടാ മഹാനേ, ഭാര്യയുടെ കയ്യിൽ കിടക്കണ വള കൊണ്ട് 20,000 രൂപക്ക് പണയം വെച്ചിട്ട് ഏസിയുടെ മൂത്രക്കല്ലിന് കൊടുത്ത് സഹായിച്ചാൽ നിന്നേണ്ടല്ല നമിക്കണം. നമോവാകം. ചേട്ടാ മേസരിയുടെ മുദ്രത്തിൽ കല്ല് എടുത്തായിരുന്നോ? പിന്നെ ആ കല്ലാണ് പൊട്ടിപ്പൊളിഞ്ഞ് പോന്റെ കയ്യിലിരിക്കണം. മാമഞ്ഞു വാ. അയ്യോ ഒരു മിനിറ്റ്. എന്താ പറഞ്ഞു കേട്ടോ, എന്റെ ഭാര്യ ഇവിടുന്ന് പോണ സമയം നിന്റെ മരണമായിരിക്കും. നീ നോക്കിക്കോ. ദീപ്തി മക്കളെ ഇനി മാറി. അതെ ഡോക്ടർ പറഞ്ഞേ ഇടയ്ക്കിടയ്ക്ക് നല്ല കഞ്ഞി കുടിക്കണോന്ന്. മക്കള് വീട്ടിൽ പോയി നല്ല കഞ്ഞി വെച്ചോണ്ട് തരുമോ? ഞാൻ കഞ്ഞി എടുത്ത എവിടെ പോണു? എവിടെ പോണു? ചേട്ടന് കഞ്ഞി കൊടുക്കാൻ കഞ്ഞി കൊടുക്കാൻ പറ്റേ? ഡോക്ടർ പറഞ്ഞ് ഞാൻ കേട്ടതാ, ഇവന് വണ്ടി ഇടിച്ചിട്ട് പുറമേ പരിക്കൊന്നുമില്ല, പക്ഷെ അകമൊക്കെ പഴുത്തിരിക്കും. ഇവന്റെ കൂടെ എപ്പോഴും ഒരാള് വേണം. ഭാര്യയാണെങ്കിൽ അത്രയും നല്ലത്. കഞ്ഞി നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് വരുത്തിക്കല്ല. ഇനി അതാ ഇത് പറയാതെ മോള് പോയി കഴിഞ്ഞാ ഇവിടെ ഒരു മരണം നടക്കും. എന്റെ അയ്യോ സുമയുടെ സൗണ്ട്. സുമയുടെ സൗണ്ട്സിനെക്കാളും നല്ലത് കിച്ചു സൗണ്ട്സാ. എന്റെ ഭാര്യ സുമയുടെ അതല്ല മാമന്റെ ഭാര്യയും കൂടെ വരെ മോളെ പറഞ്ഞോണ്ട കാര്യം എന്തിരിക്കണേ? എന്തൊരു വിഷമം. ഇപ്പൊ ഇതിനെന്ത് കള്ളത്തരം പറയുമെന്ന് ആലോചിക്കും. അതെന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് 2 പേരും കൂടി ആയപ്പാടുള്ളൊരു മോളാണ്. പക്ഷെ ഞങ്ങൾ എല്ലാവരും മറന്നിട്ട് ഇവള് വേറൊരുത്തരുടെ കൂടെ ഒളിച്ചോടിപ്പോയി. പിന്നെ ഒരു അമ്മക്ക് സഹിക്കാൻ പറ്റുമോ? അന്ന് മുതൽ ഇവള് അവനെ കണ്ടുകൂടാ. അവളിവിടെ വരുമ്പോഴേ ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഇവളെ കൊല്ലും. അയ്യോ മോള് പോവണ്ട, എന്താണെങ്കിലും മോള് ഇവിടെ നിക്ക്.
ചേട്ടാ സോറി മാമ ചേച്ചി എന്തായാലും വരട്ടെ. അപ്പൊ ഞാൻ ഇന്നത്തോടുകൂടി പറഞ്ഞ എല്ലാം തീർപ്പാക്കി തരാം. ഇന്നെല്ലാം തീർപ്പാവും. അയ്യോ സുരേട്ടാ, അയ്യോ എന്റെ ദൈവമേ, എന്റെ പൊന്നെ, ഞാനൊന്ന് വെറുതെ ഒന്ന് സംശയിച്ചിട്ട് പേര് നിങ്ങളിങ്ങനെ പാലത്തെ തീയാടി ആത്മഹത്യ ചെയ്യേണ്ട കാര്യം നീ എന്നെ സംശയിച്ചില്ലേ? ഞാൻ ആത്മഹത്യ ഇല്ല, ഇനി ഞാൻ ഒരിക്കലും സംശയിക്കൂല. ഇനി ഇവിടെ പലരും പല കള്ളത്തരവും പറയും. നീ എന്നെ സംശയിക്കോ? ഇല്ല, ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്റെ ഏട്ടനെ സംശയിക്കൂല, സത്യമായിട്ട് സംശയിക്കൂല. അയ്യോ ചേച്ചി വിഷമിക്കല്ലേ ചേച്ചി. എന്തായാലും ചേച്ചിയുടെ മോള് ഒളിച്ചോടി പോയി. നമ്മുടെ മോള് ഒളിച്ചോടി പോയാ? അയ്യോ, എന്റെ മോളെ. ഓടിപ്പോണ്. കൺഗ്രാറ്റുലേഷൻ. ചേച്ചി അല്ല സുരേട്ടാ, നമ്മക്കതിന് മോളില്ലല്ലോ, രണ്ടാം പിള്ളേരല്ലേ. പിന്നെ കാള വിറ്റില്ലെറിയുമ്പോ കയറെടുക്കാൻ പോയതാണോ നീ? എനിക്കെന്ത് ഭ്രാന്താണ്. അതല്ല ചേച്ചി ഒരു പെറ്റതല്ലേ. ഒരു മോള് സ്വന്തം ഇഷ്ടത്തിന് പോയി കണ്ണവനെ കൂടി പോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മക്കളില്ല പെമ്മക്കളില്ല എന്നൊന്നും പറയാൻ പാടില്ല കേട്ടാ. എന്റെ പെണ്ണെ, എനിക്ക് പെമ്മക്കളില്ല, രണ്ടാം പിള്ളേരാണ്. അല്ല, ഞാൻ ഇവിടെ എന്റെ ചേട്ടനെ കാണാൻ വേണ്ടി വരുമ്പോണ്ടല്ലേ ഈ മാമൻ ഈ മോള് ഉള്ള കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ആലോചിച്ച് ഭയങ്കര സ്നേഹത്തിൽ നോക്കണത്. എന്തൊരു ഉമ്മണി അറിയാമോ കൊച്ചിന്? ഇത് മോളാണെന്ന്. പിന്നല്ലാണ്ട് ഞാനിങ്ങനെ ഒരു മോളെ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞ ഇതാരാണ്? നിങ്ങളുടെ മോളല്ലേ? നിങ്ങളുടെ മോളല്ലേ? എങ്ങനെ? അതാണ് എനിക്ക് അറിയേണ്ടത്. എങ്ങനെ? അതല്ല, ഇതേപോലെ തുറന്ന് എനിക്കെങ്ങനെ? അതൊന്നും എനിക്കറിയത്തില്ല. ഇത്രയും നാള് നിങ്ങൾക്ക് വേറെ ഭാര്യ മോളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ സമ്മതിച്ചില്ല. ഇപ്പൊ കണ്ട ദൈവം എന്റെ മുന്നിൽ തെളിയിച്ചു വന്നത്. എന്നാ ഞാനൊരു സത്യം പറയാ. ഇനി എന്റെ തലയെ കൊണ്ട് എന്റെ കാമുകി എന്ന് പറ. അയ്യടാ, മാമന്റെ ആ വേല മനസ്സിൽ വെച്ചാ മതി. എന്റെ സുമേഷ് ചേട്ടനെ നല്ല ശുദ്ധനാണ്, ശുദ്ധൻ. ജോലിക്ക് പോകുമ്പോഴല്ലേ ഏതെങ്കിലും പെമ്പിളേന്നൊക്കെ വൈകുന്നേരം വീട്ടിൽ വരുമ്പോ എന്നോട് പറയണം മനുഷ്യന്. അങ്ങനെ എന്റെ സുമേഷ് ചേട്ടന്റെ തലയെ കൊണ്ട് കെട്ടിവെക്കാൻ നിൽക്കുന്നത്. നിങ്ങൾ ചെയ്ത കുറ്റം വല്ലവരുടെ തല കെട്ടിവെക്കണം എന്തിനാ മനുഷ്യ? ഇന്ന് മതി, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. നമ്മൾ തമ്മിൽ നീ ഇങ്ങനെ സംശയിച്ചു ഞാൻ ഇനി പോയി ആത്മഹത്യ ചെയ്യും. നിങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യണ്ട. വീട്ടിൽ വന്നിട്ടുണ്ട് നിങ്ങൾ മുട്ടുകാരി തല്ലോടിച്ച് നിങ്ങളുടെ തലമായിട്ട് തല്ലിപ്പിടിച്ച് നിങ്ങളെ ഞാൻ കൊല്ലും. നല്ല കാര്യം ഉണ്ടായിരുന്ന. എന്നാലും എന്റെ മാമന് രണ്ടു കൂടി മക്കളാണെങ്കിൽ ഒരു വാക്കനോട് പറഞ്ഞെങ്കിൽ ഞാൻ ആ ചേച്ചി വരുമ്പോ ഇത് മുഴുവൻ കിടന്ന് പറയുമായിരുന്നു. ഒന്നും വേണ്ട, ഈ പെങ്കൊച്ചെന്റെ അനിയത്തിയാണെന്ന് അല്ലെങ്കിൽ സുമേഷന്റെ കാമുകയാണെന്നെങ്കിലും ഞാൻ പറയല. മരപ്പെട്ടി കൂട്ട്. ഇതാണ് പണ്ടത്തെ കാർന്നന്മാര് പറഞ്ഞ, കക്ക മാത്രം പഠിച്ചാ പോരാ, നിക്കാനും പഠിക്കണം. അതെല്ലേ? എന്നാ ഞാനിനി ശരിക്കുള്ള ഒരു സത്യം പറയാം. എന്റെ ആദ്യ ഭാര്യയിലുള്ള മകളാണ് ഇവള്. ഇവളെ കിട്ടിയ ഭർത്താവാണ് അവൻ, എന്റെ മരുമകൻ. പിന്നെ ഇനി നീയാണ് ഒരു കാര്യം തീരുമാനിക്കേണ്ടത്. അവൻ നിന്റെ കൂടെ നിക്കണോ അതോ പോണോ? നിക്കണോ? പിടിച്ചാ അവനെ കിട്ടും, അല്ലെങ്കിൽ അവൻ പോകും. അപ്പൊ നിക്കണം. എന്നാ പോയി പിടി. നീ ഒരു കാര്യം തീരുമാനിക്കും. അവൻ നിന്റെ കൂടെ നിക്കണോ അതോ അവൻ പോണോ? നിക്കണം. എന്നാ അവനെ പോയി പിടിക്ക്. മക്കളെ, ഞാൻ പറയുന്നത് ഞങ്ങൾ വീട്ടിൽ വരാം. നിങ്ങൾക്ക് എന്നെ വേണോ അവളെ വേണോ? ഇങ്ങോട്ട് വരാൻ സംസാരിച്ച് ക്ലിയർ ചെയ്യാം. ഞാൻ സമ്മതിക്കൂല. ഇങ്ങോട്ട് വരാൻ വലിക്കില്ല, ഞാൻ വന്നോളാം. വേണ്ട, എന്റെ കൂടെ വാ. അയ്യോ, അതെ, ലച്ചുവിന് ഇങ്ങനെ ഒരാളിനെ വലിച്ചു കയറ്റി കൊണ്ടുപോയിട്ട് ആവശ്യമൊന്നുമില്ല. നീ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് കേട്ടോ. നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ലച്ചു ക്ഷമിക്ക്. എനിക്കിനി നിങ്ങൾ വേണ്ട. പെണ്ണുമ്പളെ കിട്ടിട്ട് കണ്ടപ്പോ തൊലിയോളെ തോക്കടൊക്കെ പുറകെ കെട്ടിയാൽ എനിക്ക് വേണ്ട. ഞാൻ പോണേ. മാമ, അവര് രണ്ടുപേരും പോയി. എന്റെ കണ്ണി കുരുവൊന്നുമില്ല, ഞാൻ കണ്ടായിരുന്നു. മാമൻ ചാടിയ പാല ഏത് മാമ? അത് പാലാരിവട്ടം പാലം. അതിന്റെ മുകളിൽ ചാടണ്ട, അത് ചെറുതല്ലേ. എന്നെ പോലെ ഒടിയത്തുള്ളു, ചാകത്തില്ല. ചാവാന്തിരിയായി നീ ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. നിന്റെ ആദ്യ വാരി വിടോന്ന് പറഞ്ഞില്ലേ? എടാ, കക്കാൻ പഠിച്ചാ പോരാ, നിക്കാനും പഠിക്കണോന്ന്. ഇഞ്ചക്ഷൻ ഉണ്ടേ. എന്തോ മാമ ഇത്? എടാ, അതെങ്കിലും എനിക്കൊന്ന് മേടിച്ചതാണ്.
ആഹാ come on, come on. ഒളി. ഓ ഈ ലയിച്ച് അഭിനയിക്കണാണ്ടാത്തൊന്നും എന്റെ കെട്ടിയനാണെന്ന് എന്റെ എക്സ് കാമുകനാ. എന്താ അഭിനയിച്ച് ചങ്കൊള്ളാണ് ഭർത്താനം പറയണേ. അങ്ങനെ ചങ്കുണ്ടായിരുന്നെങ്കി എന്നെ കെട്ടാന്ന് പറഞ്ഞിട്ട് എന്റെ കല്യാണത്തിന് രഹസ്യമായി വന്ന് മൂക്കറ്റം ബിരിയാണി എന്നിട്ട് പോയി കളയായിരുന്ന. എന്തിനാ അഭിനയിച്ച് കരയണു? ഓഹോ അപ്പൊ അണക്കിനോട് അത്രക്ക് പെരുത്ത് ഇഷ്ടായിരുന്നില്ലേ? ഇഷ്ടം കൊണ്ടൊന്നല്ല, എന്റെ കല്യാണത്തിന് വന്നിട്ട് ബിരിയാണി വെട്ടുപിഴുകിയിട്ട് ഒരു സംഭാവന പോലെ തരാട്ട് പോയി കളഞ്ഞില്ലേ. നമ്മളല്ല ആമിനെ ചതിച്ചത്, ഇജാണ് നമ്മളെ ചതിച്ചത്. ഇജ്ജ് കാത്തിരിക്കാൻ പറഞ്ഞപ്പോ നമ്മള് വെള്ളം ഇറക്കി കാത്തിരിക്കേണ്ടി വരുന്നു. ഞമ്മക്കറിയില്ലേ അതൊക്കെ. ഞാനിപ്പോ മൊയ്തീൻ ഹാജിയുടെ 3ാമത്തെ ബീബിയാ. ഓനൊക്കെ 3 കിട്ടി, ഞമ്മക്ക് ഇവിടെ പേരിന് പോലും ഒന്നുമില്ല. നീ നോക്കിക്കോടി, 3ാമത്തെ ബീബിയായ നിന്നെ എടുത്ത് കളഞ്ഞ് 4ാമത്തെ ഒരു ബീബിനെ അവൻ കെട്ടും. എന്നിട്ട് നീ വഴി കൂടെ കരഞ്ഞോണ്ട് നടക്കും. കാരണം ഓനൊരു കല്യാണ കൊതിയനാ. പെണങ്ങല്ല ആമിന, ഒന്ന് പോ അവിടെന്ന്. നെഞ്ചിനുള്ളിൽ നീയാണ്, കൺതുറന്ന നീയാണ്, കണ്ണിനുള്ളിൽ നീയാ ആമിന. ആമിനായ ഫാത്തിമന്നല്ലേ? അതത് ഇത് എന്റെ താജുദ്ദീൻ വടകരെ. ഒന്ന് പോവാവോ? താജുദ്ദീൻ വടകരെ, ഈ പാട്ട് യേശുദാസും പാടിയതായിട്ട് നമ്മളിതുവരെ കേട്ടിട്ടില്ല. ആമിന ആ പുഴയുടെ പിടിച്ചു കിടന്നാൽ അങ്ങ് അറബിക്കടല. അതിന് എത്ര പേര് വന്ന് കുത്തി നിർത്താൻ ശ്രമിച്ചാലും ആ പുഴ നേരൊഴുകി അറബിക്കടലിക്ക് തന്നെ പോവുള്ളൂ. ഈ കാഞ്ചന മൊയ്തീനുള്ളതാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ ആമിന ഈ അബ്ദുള്ളതാ. ഇത് വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഹലോ അല്ല അതുല്ലടാ അന്ന് എടാ എന്റെ വാങ്ങിച്ച പൈസ എന്താണ് തിരിച്ചു തരാത്തത്? എടാ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം കേട്ടടാ. നമ്മളിപ്പോ എവിടെയാണ് നിർത്തിയത്? വാക്കാണ് ഏറ്റവും വലിയ സത്യം. ആദ്യം പോയി കൊടുക്കാനുള്ള കാശ് പോയി കൊടുക്കടാ. വാക്കിന് വലിയില്ലാത്ത ചെയ്താനെ. നീ ഒന്ന് പോവണ്ട, ഇപ്പൊ ഹാജിയാര് വരും. ആമിന, ഹാജിയാര്, ഞാൻ നിങ്ങൾ ഇനി എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും? ആമിന, ഞാൻ ഇവിടെ നിന്നാലോ? വേണ്ട വേണ്ട വേണ്ട. അപ്പൊ ഞാൻ ഇവിടെ നിക്കാം. വേണ്ട, പിന്നെ ഞാൻ എന്താ ചെയ്യാ? അയാൾ വരുമ്പോ മിണ്ടാണ്ടിക്കണം. മിണ്ടാണ്ടിക്കാനാ? പൊക്കിപ്പിടി. ആമിന ആമിന, ഓ ഓ ഒക്ക ഒക്ക, ഓ ഓ ആമിന ആമിന, കരേവ കക്കാൻ കൊണ്ടോട്ടി. ആമിന ആമിന, ഒക്ക ഒക്ക, ആമിന ആമിന, കരേവ അവർ കൊണ്ടോട്ടി. ഇന്നെന്താ നല്ല സന്തോഷത്തിലാണല്ല. ഇതെന്താ ശ്രീനിവാസന ബാലേന്ദ്ര മേനോനാ? ശ്രീനിവാസൻ ദാ പോണ്. ശ്രീനിവാസന്റെ തലയിൽ ബാലേന്ദ്ര മേനോന്റെ ഒരു കെട്ട്. അത് നമ്മളെ തലക്കൊരു തേങ്ങ വീണതാ. എന്റെ പടച്ചോനെ, തെങ്ങ് ചതിക്കൂലെന്ന് പറഞ്ഞത് വെറുതെ അല്ലേ? തെങ്ങല്ല നമ്മളെ ചതിച്ചത്, തെങ്ങിന്റെ മുകളിൽ ഇരുന്ന ഒരു പന്നിയാണ് നമ്മളെ ചതിച്ചത്. അപ്പൊ പൊക്കി പിടിക്കാനാ? അപ്പൊ താഴെ വെള്ളല്ലേ, ഇതിന്റെ മുണ്ട് പൊക്കി പിടിക്കാൻ. നമ്മളെ തലക്ക് തേങ്ങ ഇട്ടാൻ ആരാണെന്ന് അറിയാവോ? പടച്ചോനെ, ആരാ? നമ്മുടെ 2ാമത്തെ ബിബിയുടെ കാമുകൻ. അവനെ നമ്മളെ കൈമക്കിട്ട് നമ്മ ബട്ടി നുറുക്കും. താത്തിപ്പിടിക്കാനാ പറയുന്ന? പൊക്കിപ്പിടി, ഇപ്പൊ താത്തിപ്പിടി. അപ്പൊ ഒരാള് പൊക്കിപ്പിടി, ഒരാള് താത്തിപ്പിടി. ഞാൻ വന്ന തൊട്ട് ശ്രദ്ധിക്കാം, നിനക്ക് എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ട്. ഇല്ല, സത്യം പറഞ്ഞോ, നിനക്ക് എന്തോ ഒരു. ഇതെന്താടി ഇത്? ഞമ്മക്കൊന്നും കാണാൻ പറ്റണില്ലല്ലോ. എടി നോക്കിയത് അല്ലേ? ഇതെന്താടി? ഇത് പ്രതിമ. പ്രതിമ? എന്ത് പ്രതിമ? അമേരിക്കയിലെ വിളക്കേന്തിയ പനിത്. എന്നിട്ട് വിളക്കവിടെ വെപ്രാളത്തിൽ എടുക്കാൻ പറഞ്ഞതായിരിക്കും. ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. സത്യം പറയടാ, ആരടാ നീ? ഞമ്മള് കോട്ടയത്ത് നിന്ന് കൊല്ലത്തേക്ക് ബസ് കയറ്റിയതാ. ടിക്കറ്റ് എടുത്തോടാ? ഇല്ല, ടിക്കറ്റ് എടുക്കാതെ കള്ളവണ്ടി കയറുന്നോടാ. പോടാ ആമിന, ഇങ്ങ വരി. നമ്മള് 3 കെട്ട് കെട്ടി. ഇതുവരെ നമുക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട്. എന്റെ പടച്ചോനെ, കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയാണ് 3 കെട്ട് കെട്ടിയത്. അതിന് അങ്കമാടി പോയപ്പോരെ ഇഷ്ടം പോലെ കുഞ്ഞിക്കാല് കാണാലാ.
ഷർണിക്ക സമീല ഇങ്ങോട്ട് വന്നേ. കൈമന്ന് വിടുക്ക, നമ്മള് വിടൂല. ഇക്ക കൈമന്ന് വിട്ടോളി, നമ്മള് വിടൂല. ഇജ്ജനെ വിടൂല, വിടൂല. ഇജ്ജനെ വിടമാട്ടെ. നിന്റെ ചോര കുടിച്ച് റാത്തീപ് നടത്തി ഒപ്പനാടുവേ. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽവിന് മണിയെ കൽക്കണ്ട കനിയല്ലേ. ആമിന എന്തു പറ്റി? ഒപ്പന കളിച്ചേന്റെ ക്ഷീണമാ. അതല്ല, അനക്കെന്തോ ഒരു കുഴപ്പമുണ്ട്. എന്റെ മരിച്ചുപോയ എന്റെ ചിറ്റിക്കുട്ടിയുമ്മ എന്റെ ദേഹത്ത് കൂടി. എന്നിട്ട് ചിറ്റിക്കുട്ടിയുമ്മ പറയാ, ചന്ദ്രമാസം കഴിയുന്നതിന് മുമ്പ് ഇജ്ജെന്നെ തൊട്ടാ ഇജ്ജ് അപ്പം മയ്യത്താവുന്ന്. എന്റെ പടച്ചോനെ, എന്റെ ചിറ്റിക്കുട്ടിയമ്മ ഒരു മുത്തം തരാൻ പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തൊട്ട അപ്പം മയ്യത്താവും. പടച്ചോനെ, പാമ്പിനൊന്നും ഞമ്മക്ക് വേണ്ട. ഇജ്ജൊന്ന് പോയേ. അതല്ല, എന്റെ പെരക്കാത് പാമ്പ് വരട്ടുണ്ട്. ഞമ്മളെ പെരക്കകത്ത് പാമ്പൊന്നുമില്ല. ഇജാരാ? അപ്പൊ ഞമ്മളൊരു ബൈബോക്കനാണേ. എന്റെ വീട്ടിന്റെ അകത്താണോടാ നിന്റെ ബൈ? അപ്പൊ ഞമ്മള് ലേശം വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. ആമിന, ഇവന് വേണ്ടെന്ന് വെച്ച് കൊടുക്ക്. എന്താ വേണ്ടേ? എന്തൊക്കെയുണ്ട്? നാരങ്ങളിൽ എടുക്കട്ടെ, ബൂസ്റ്റ് എടുക്കട്ടെ, ഹോർലിക്സ് എടുക്കട്ടെ, പിന്നെ നട്ടെല്ലാം എടുക്കട്ടെ. എന്നിട്ട് ഇവിടെ ചോദിക്കുമ്പോ മാത്രം ഞാൻ ചോദിക്കുമ്പോ മാത്രം വേണ്ടാന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിരുന്നോ? എന്നാ ഞാൻ നിങ്ങൾക്ക് തരാം. എന്താ പേരി? എന്റെ ചിറ്റിക്കുട്ടിയമ്മൂമ്മല്ല പറഞ്ഞ എനിക്കൊരു മുത്തം തന്നാ ഞാൻ മയ്യത്താവുന്നേ. എന്നിട്ട് ഇവൻ എനിക്കൊരു മുത്തം തന്നില്ലേ? ഞാൻ മയ്യത്തായില്ലല്ല. പിന്നെ ഞാൻ 1 മണിച്ച 9 തിരിച്ചു കൊടുക്കും. നീ ഒരു 9 കൊടുക്ക്. എന്തുണ്ടെങ്കിൽ പറയണേ. നീയല്ല പറഞ്ഞ നിന്റെ ചിറ്റിക്കുട്ടിയമ്മൂമ്മ ഒരു മുത്തം തന്നാലും മയ്യത്താവുന്നു. അവൻ മയ്യത്താവുന്നുണ്ടോ? മയ്യത്താവട്ടെ. അങ്ങനെങ്കിലും അവനൊരു പണി കിട്ടട്ടെ. എന്റെ റബ്ബേ, നിക്കടാ അവിടെ. എന്റെ പണി പോയി കഴിച്ചു, എന്റെ പണി പോയി. ആദ്യം ബക്കുറി ചേട്ടൻ പറ. അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ആരെ പറയണോ നമുക്ക്? മണിച്ചേട്ടൻ പറയട്ടെ. മണിച്ചേട്ടൻ. മക്കളെ സൂപ്പർ ആയിരുന്നു. ഞാൻ ഒരു ഉമ്മ വന്ന ചിറ്റിക്കുട്ടി ഉമ്മ വല്ലതും പറയോ? പറയൂല, മയ്യത്താവുന്നുള്ളൂ. വയ്യത്തായാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ 3 പേര് ഗംഭീര. എന്റെ സ്കൂളിൽ പഠിക്കുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഫൈസാൻ ഒരു വലിയൊരു ഹായ് കൊടുക്കണം. അതെ, അത് പറഞ്ഞപ്പോ പൈസ എന്ന് പറഞ്ഞപ്പോ എന്തിനു ഇതിന് മാത്രം നാണോ? ഫൈസാണോ ഫൈസലാണോ? പൈസ എന്നാ കേട്ടോ. സോറി, ഫൈസാൻ. ഈ സ്കൂളിലെ സൽമാൻ ഖാൻ ആണല്ലടാ. ഒരു ബിഗ് ഹായ് കൊടുക്കണം ചേച്ചി പറഞ്ഞു. ബിഗ് ഹായ് നിങ്ങളോടല്ല, എന്നോടാ പറഞ്ഞേ. വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. ഞങ്ങൾ വെറുതെ അങ്ങ് ചമ്മിപ്പോയി. ഒരു 10 സെക്കൻഡ് ഫൈസാനും ഇവൾക്കും കൊടുക്കാം. ഹായോ ബായോ പറഞ്ഞോ. ഹായ്. മതിയാണല്ലോ. വീട്ടുകാരൊക്കെ കാണുന്നുണ്ട്. അതിനെന്താ, വീട്ടുകാരല്ലേ. അപ്പൊ നിങ്ങളുടെ സ്കിറ്റിനെ പറ്റി ഞങ്ങൾക്ക് കുറച്ച് കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട്. ആധികാരികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ബിബിൻ ജോർജ്, ആദ്യം തന്നെ ഇത്ര രസകരമായിട്ട് റിഹേഴ്സൽ ചെയ്ത് ഒരു ഡയലോഗ് പോലും ടങ് സ്ലിപ്പ് ഇല്ലാണ്ട് സ്കിറ്റ് ചെയ്ത നിങ്ങൾക്ക് ഗംഭീര ഒരു കൈ. നിന്റെ എൻട്രിയുടെ പാട്ടും തരുന്നതാ മോനെ. I am from Kondoti. പൂവാലനെ കറക്റ്റ് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. കാരണം ഈ നമ്മള് പൂവാലന്മാര് അതെ, ബഹുവചനം വേണ്ട, ഏകവചനം മതി. ഞാൻ പൂവാലന്മാര് ചില പെൺകുട്ടികളുടെ പേര് ചേർത്ത് പാട്ട് പാടാറുണ്ട്. ആ പാട്ടിലെ പെൺകുട്ടിയുടെ പേര് യോജിക്കത്തേ ഇല്ല, ഇൻഷ്യൽ വരെ ചേർത്ത് പാടും. പക്ഷെ അത് ഗംഭീര ഒബ്സർവേഷൻ ആയിരുന്നു മോനെ. അതുപോലെ മറച്ചിട്ട് തോർത്തൊക്കെ എടുത്തിട്ടുള്ള ടൈമിംഗ് ഒക്കെ ഇല്ലേ? ടൈമിംഗ് ഒക്കെ അസലായിരുന്നു നിങ്ങൾ കേട്ടോ. ഞങ്ങള് നാണിച്ചു പോയി ടൈമിങ്ങിന്റെ കാര്യത്തിൽ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇന്ന് നമ്മുടെ ഇവിടെ ഒരു പെർഫോമൻസ് നിങ്ങളുടെ നിന്റെ റാപ്പ് സോങ് എവിടെടാ? എന്റെ അമ്മ ഇവനെപ്പോഴും ഇവിടുന്നാണല്ലോ. ആണോ സ്ക്രിപ്റ്റ്? മോനെ പൊളിച്ചോടാ. എലീന, ഇത് എലീന, കോമഡി മാസ്റ്റേഴ്സിൽ എലീന. കുടുകുടാ ചിരിപ്പിച്ചും അവതാരകയായുണ്ടല്ലോ, കുട്ടികളുടെ കോമഡി കണ്ട് പൊട്ടി പൊട്ടി ചിരിക്കുന്നു.
അല്ല എടാ മോനെ ഇത് നീ ഏത് മുറി വെച്ച് ആര് പറഞ്ഞിട്ട് എഴുതിയതാണ്? സത്യം പറയണം. സത്യം. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ് പറയുന്നത്. കൊള്ളാട്ടോ. എനിക്ക് അവന്റെ തല അടിച്ച് ഇനി പൊട്ടിച്ചാണ്. അതുപോലെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് എഴുതണം. അടുത്ത നമുക്ക് പക്രുചേട്ടനെ പറ്റി എഴുതണം. ഓക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിക്കല്ലേ? ശരിക്കും മാഡത്തിന് ടി വി കാണുന്നേക്കാട്ടിലും പൊക്കമല്ലേ നേരിട്ട് കാണും. ആണല്ലേ? ശരിക്കും മാഡത്തെ കാണണമെങ്കിൽ ഞാനൊക്കെ ഏണി വെച്ച് ഇങ്ങനെ നോക്കി. ഡെലിവറി തരാൻ വന്നതല്ലേ? അതെ അതെ അതാണ് ആ ഇരിക്കുന്ന ചേട്ടനാണ് പറഞ്ഞിരിക്കുന്നത്. അതെ നമസ്കാരം സാറേ. നമുക്ക് ട്രീറ്റ് ആണ്, ട്രീറ്റ്. ആരോ ഞാൻ ഡെലിവറി ബോയ്. എന്റെ പേര് കൃത്യനിഷ്ഠൻ. അതെ ഓ നൈസ്. അതെ അതെ. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ഇന്നുകൊണ്ട് ഈ പരിപാടി നിർത്തുവാണ്. നല്ല പരിപാടിയല്ലേ? അല്ല നല്ല പരിപാടിയായിരുന്നു. ഞാൻ എല്ലാ സമയവും ഞാൻ ഭക്ഷണമാണ് കൊണ്ട് കൊടുക്കാറുള്ളത്. അതെ. ഇവിടെ ആരോ ഓർഡർ ചെയ്ത ഈ പ്രാവശ്യം കൊണ്ട് തരാനായിട്ട് എനിക്ക് ഓർഡർ കിട്ടിയതാണ്. മദ്യം പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ടല്ലോ, മദ്യം ഓൺലൈനിൽ കൂടെ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അതിന് ആ ചേട്ടൻ കുടി അല്ല ഒരു മിനിറ്റ്, ഓർഡർ ചെയ്ത് വന്നാണ്? അതെ ഇത് ഓൺലൈനിൽ ഓർഡർ വന്ന. ആരും ഓർഡർ ചെയ്ത്? എന്നെ ഒരു അജയ് കുമാർ എന്ന് പറഞ്ഞ ആ ചേട്ടൻ അടിക്കാറില്ല. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അല്ല ഞാൻ എന്തായാലും ഇന്നുകൊണ്ട് ഈ ജോലി നിർത്തുവാ മാഡം. വെച്ചാല് എനിക്ക് ഈ മദ്യത്തോട് ഒട്ടും പ്രോത്സാഹനം ഇല്ലാത്ത ഒരാളാണ്. എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ തന്നെ ഭയങ്കര മദ്യപാനമായിരുന്നു. കാരണം വെച്ചാല് രാവിലെ എന്നെ വെള്ളം കുടിക്കുന്നതിന് പകരം പുള്ളി കള്ളായിരുന്നു കുടിച്ചത്. കഴിഞ്ഞ ആഴ്ച ഇച്ചിരി ക്ഷീണമായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ മൊത്തത്തിലൊന്ന് പരിശോധിച്ചു. പുള്ളി പറഞ്ഞു ഒന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. പിന്നെ വീട്ടിൽ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചുപോയി. ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞ സത്യമായിരുന്നു. അച്ഛന്റെ ഉള്ളില് ചങ്കും മാങ്ങയൊന്നുമില്ല, എല്ലാം പോയി. അങ്ങനെ ഒന്നുമില്ല. അച്ഛൻ മരിച്ച കാര്യം ചിരിച്ചോണ്ട് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. അച്ഛൻ മരിച്ചത് അച്ഛൻ മരിച്ചാണെങ്കിൽ എന്താണെങ്കിലും സംഭവിക്കേണ്ട സംഭവത്തിൽ സംഭവിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇതിനോട് ഞാൻ ഒട്ടും പ്രോത്സാഹനം. സാറിന്റെ പേര് അല്ല അതെ, നിങ്ങളൊക്കെ ആള് മാറിപ്പോതാ. ഞാൻ ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല. അല്ല ഇത് മേഡം അജയ് കുമാർ എന്ന് പറഞ്ഞത്. അജയ് കുമാർ തന്നെയാണ്. ഇത് ശ്രദ്ധിക്കുക, ഇത് അമൃത ടിവിയുടെ ഫ്ലോർ ആണ്, ഷൂട്ടാണ്. ഇവിടേക്ക് ഞാൻ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർഡർ ചെയ്യില്ല. ഒരു മിനിറ്റ് അല്ല പാർട്ടി എന്ത് പാർട്ടി? ചേട്ടനല്ലോ ഞാൻ ഞാനങ്ങനെ ഓടപ്പാ. ഇല്ല 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 പറഞ്ഞില്ല. അല്ല ഞാൻ സാറിനെ എനിക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംവിധാനം വന്നപ്പോ സാറിനെ പോലുള്ള ആൾക്കാർക്ക് രഹസ്യമായിട്ട് ഇങ്ങനെ മേടിക്കാമല്ലോ. അത് കുഴപ്പമില്ല സാർ. അല്ല ഇത് തന്നെ സാറ് ബുദ്ധിമുട്ടുണ്ട്. വണ്ടി നമ്പർ പറഞ്ഞാൽ വണ്ടി കൊണ്ട് വെക്കാം സാർ. വേണ്ടതേ, നിങ്ങൾ അഡ്രസ് നോക്കിയാൽ മതി. നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നല്ലോ. അല്ല ഇത് അജയ് കുമാർ മാഡം കണ്ടില്ല? ചേട്ടാ ഇതിന് ഏറ്റവും അത് കളയണ്ട അല്ലേ? അല്ല കളയുന്നതിന്റെ അല്ലല്ലോ, നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്ന അറിയണ്ടേ? അജയ് കുമാർ എന്ന് പറഞ്ഞാൽ ക്യാൻസൽ കാണിക്കുന്നത്. എന്റെ പൊന്ന് ചേട്ടാ, അജയ് കുമാർ നല്ല ഇത്. കണ്ടോ സ്പേസ് കണ്ടോ? ജയകുമാർ എന്നാ. അപ്പൊ എനിക്കാണ് തെറ്റിയേ? ആ ചേട്ടനാ തെറ്റിയത്. ഇതുപോലെ ഒരുപാട് തെറ്റി എന്റെ വീട്ടിലോട്ട് വരാറുണ്ട് സാധനങ്ങൾ. അതെയോ? ഞാനത് പറഞ്ഞു വിടും. അതുകൊണ്ട് എനിക്ക് ഡൗട്ട് തോന്നിയോണ്ടാ ഞാൻ പറഞ്ഞേ അഡ്രസ് നോക്കാൻ പറഞ്ഞത്. അതെ നിങ്ങൾക്ക് വേണ്ടോ? ഞാൻ പിന്നെ ഓക്കെയാണ്. അല്ല അത് വേറെ സംഭവം. ഇത് ക്യാൻസൽ ആയി. ഇനിയിപ്പോ ഇത് എനിക്കിപ്പോ അല്ല അത് പിന്നെ ചേട്ടൻ കൊണ്ടുവെക്കോ? ഇല്ല എന്റെ വീട്ടിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാലും മരിച്ചുപോയി അപ്പം കുഴിമാടത്തൊന്നും വണ്ണാടി. അല്ല ചേട്ടൻ എന്നാ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേ വിൻ സാറ് കുഴപ്പമില്ല. സാറ് എടുത്തോ. എന്ന് വെച്ചാ ഇതിപ്പോ എനിക്ക് വേറെ ഒന്നും ഇല്ലേ കളയാ. എന്താ ക്യാമറയ്ക്ക് ഇരിപ്പില്ലേ? സാറ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് മടുത്ത് വരില്ല. ഞാൻ കഴിക്കില്ല. ഞാൻ കഴിക്കില്ല, ഒഴിച്ച് കുടിക്കുള്ളൂ. അയ്യോ ഞാൻ കല്യാണം കഴിക്കാൻ നിൽക്കണം. ഇപ്പൊ കഴിക്കണം നിർത്തി. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് സാറ് മറ്റേ ഈ സിനിമയ്ക്ക് ചോട്ടാ മുമ്പേക്കകത്ത് സാറ് കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കഴിക്കുന്നതാണ് കല്യാണം കഴിക്കുന്നത്. അതാ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇത് കളയാ. അത് ഞാൻ കല്യാണം കഴിച്ചിട്ട് പറയാം. ഇതിപ്പോ ഞാൻ കല്യാണം കഴിക്കണില്ല, അപ്പൊ ഇതും കഴിക്കണില്ല, രണ്ടും കഴിക്കണില്ല. ഇനിയിപ്പോ ഇത് മേഡത്തിന് തരുവാ ഞാൻ. ഞാൻ അടിക്കാറില്ല. മേഡം നല്ല ചില്ലല്ലേ? ചില്ലാണ്, ചില്ലും പൊളിയാണ്. പക്ഷെ ഞാൻ ഇത് അടിക്കാറില്ല. എനിക്കറിയാം മേഡത്തിന് മുഖം കാണുമ്പോ എപ്പോഴും ഭയങ്കര ഹാപ്പി മൂഡാണ്. ഹാപ്പി മൂഡ് ജനറ്റിക്കലി ഉള്ളതല്ല. ഞാൻ അടിക്കില്ല. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഇപ്പൊ ഇത് ഒരു കാര്യം ചെയ്തു, പുറത്ത് കൊണ്ടുപോവാ. നമ്മുടെ അവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് താഴെ സൈഡിലായിട്ട്, അവിടേക്ക് ഒഴിച്ചാണ് ഞാൻ. താങ്ക് യു. എന്തായാലും കണ്ട് പരിചയപ്പെട്ടതിൽ സന്തോഷം. ശരി സന്തോഷം. അവിടെ വാഷ്റൂം അവിടെ വാഷ് ബേസിൻ ഉണ്ട്, ചോദിച്ചാൽ മതി അവര്. എന്താ അല്ലേ ഓൺലൈനിലൊക്കെ ഇപ്പൊ അതിങ്ങനെ അക്ഷരം തെറ്റി വരാറുണ്ട്. ആണോ? വരാറുണ്ട്. എനിക്ക് വരാറുണ്ട്. എന്താണ് അനിക്കുട്ടൻ എന്നുള്ളത് മണിക്കുട്ടനാക്കി. ശരി. അയ്യോ എനിക്കൊന്നും ഇങ്ങനെ ഒന്നും വരാറ് പോലും ഇല്ല. എല്ലാം കറക്റ്റ് അഡ്രസ്സിൽ തന്നെയാണ് വരുന്നത്. അതെ, കളയാൻ പോയ ആള് വരുന്നുണ്ട്. കഴിഞ്ഞു പറയാൻ വേണ്ടി വന്നായിരിക്കും. കഴിഞ്ഞല്ലേ? ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ വാഷ്റൂമിലെ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു ഈ സാധനം അവിടെ ബാത്റൂമിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല് വരും, മദ്യത്തിന്റെ സ്മെല്ല് വരും, ഇവിടെ അങ്ങനെയുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ എൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് തന്നെ ഒഴിച്ചു. അതാകുമ്പോഴത്തേനും വാഷ്റൂമിൽ മൂത്രത്തിന്റെ മണമല്ലേ വരും, അവിടെ കൊണ്ട് ഒഴിച്ച്
അപ്പൊ ചേട്ടൻ കുടിക്കൂലെന്ന് പറഞ്ഞു. ചേട്ടൻ കുടിക്കില്ലെന്നല്ലേ പറയാതെ? കുടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഇത് കണ്ട കളയണ്ടേ, കളയാൻ നല്ല സാധ്യമില്ല വരുമ്പോ. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് കൃത്യനിഷ്ഠൻ. എങ്ങനെ? കൃത്യനിഷ്ഠൻ. കൃത്യനിഷ്ഠൻ. അതെ. ഡെലിവറി ചെയ്യാൻ വന്നതാണ്, ഡയലോഗ് പോലും ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ മുഴുവൻ കുടിച്ചിരുന്നു. ആരെങ്കിലും ഒന്ന് വരുമോ? അപ്പൊ അതിനകത്തിട്ട് പാക്ക് ചെയ്ത് അയക്കി സെർട്ടട്ട് ചോദിച്ചിട്ട്. ഇന്നുകൊണ്ട് ഞാൻ നിർത്തു. ഈ ഒരു സാഹചര്യത്തില് പറയാൻ പറ്റുന്നതാണോ എന്നറിയത്തില്ല, എങ്കിലും പറയാണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം കൂടെ ഉണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഓക്കെ, ഇൻജൂറിയസ്. Masters.